സ്വന്തം വീട്ടിൽ ചെലവ് കൊടുക്കുന്ന സ്വതക്കയുണ്ട്. എപ്പോ? അത് ബോധ്യപ്പെട്ടിട്ട് കൊടുക്കണം. അങ്ങനെയാണ്, അങ്ങനെ ചെലവഴിക്കണം. إذا أنفق المسلم نفقة على أهله وهو يحتسبها كانت له صدقة. മുസ്ലിമായ ഒരു മനുഷ്യൻ തന്റെ കുടുംബത്തിന് എന്തെങ്കിലും ചെലവ് കൊടുക്കുന്നുണ്ട്, ആ ചെലവ് കൊടുത്താൽ കൂലി തരും എന്ന വിചാരത്തോടുകൂടെ നിങ്ങൾ കുടുംബത്തിന് ചെലവഴിക്കുന്നത് സ്വദഖതൻ കാനത് ലഹു സ്വദഖതൻ, നിങ്ങൾ അതൊക്കെ ദാനം ചെയ്യുന്ന പോലെയാ. നാളെ സ്വദഖയുടെ കൂലി അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാം ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, إنك مهما أنفقت على أهلك من نفقة فإنك تؤجر حتى اللقمة طلعها ترفعها إلى في امرأتك. സ്വഹീഹ് മുസ്ലിമിലും സ്വഹീഹ് ബുഖാരിയിലും കിടക്കുന്ന ഹദീസാണത്. സ്വന്തം കുടുംബത്തിന് എന്ത് ചെലവഴിച്ചാലും, ഇപ്പൊ കോഴിക്കോടൊക്കെ ആയതുകൊണ്ട് ഡ്രസ്സ് വാങ്ങി കൊടുക്കുക വലിയ ചെലവ് ഇപ്പൊ തന്നെയല്ലേ. ചെരുപ്പ്, ഡ്രസ്സ്, ഓർണമെന്റ്സ്, ജ്വല്ലറി, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ സ്വന്തം കുടുംബത്തിന്. അതിനൊക്കെ നിങ്ങൾക്ക് അല്ലാഹു അജ്ർ തരും, കൂലി തരും. ഒരു ഭക്ഷണത്തിന്റെ ഉരുള പോലെ, ലുഖ്മ ഒരൽപ്പം ഭക്ഷണം. മലയാളികളാണ് ചോറിന്റെ ഉരുള എന്ന് ഓർമ്മ വരും അല്ലേ? അന്ന് ചോറൊന്നുമില്ല നബി തങ്ങളുടെ കാലത്ത്. ലുഖ്മ ഒരു അൽപ്പം ഭക്ഷണം. നിന്റെ ഭാര്യയുടെ വായയിലേക്ക് നിങ്ങൾ ഒരു ഉരുള ഭക്ഷണം വെച്ചു കൊടുത്താൽ അതുപോലും നിങ്ങൾക്ക് അല്ലാഹു കൂലി തരുമെന്ന് മുത്തുനബി റസൂലുള്ളാഹ്. എത്ര കൂലി പോയിട്ടുണ്ടാവൂലേ? കല്യാണം കഴിഞ്ഞ് 10-20 കൊല്ലമായിട്ട് ഒരു ഉരുളെങ്കിലും ഭാര്യയ്ക്ക് കൊടുക്കാത്ത പോലെ എത്ര ഉണ്ടാവുന്ന ആ സ്വതക്കന്റെ കൂലി പോയി. ഇനിയിപ്പോ നാളെ കിട്ടുമെന്ന് നോക്കിക്കോളെ. എല്ലാ ഉരുളിയും വെച്ചു കൊടുക്കണ്ട, നിങ്ങൾക്ക് ചോദിക്കാൻ നേരം ഉണ്ടാവില്ല. ഒന്ന് വെച്ചു കൊടുക്കുക. അൽഹംദുലില്ലാ. ശ്രദ്ധിക്കും ചെയ്യാ. ഇപ്പത്തെ അമ്മായിമാർക്കൊന്നും പിടിക്കൂല. ഓ എൻ്റെ ഒരു പ്രേമം എന്ന് പറയും, അതുപോലെ ഒന്ന് കാണാതെ കൊടുത്ത്. ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള ഭക്ഷണം കൊടുത്ത സ്വതക്കയാണ്. ഉമ്മാനായ റബ്ബേ, റസീറ്റ് കിട്ടൂല എന്നുള്ളൂ, സ്വതക്കയാണാ ചെയ്തത്. അള്ളാന്റെ അടുത്ത് കിട്ടും. സ്വതക്കയാണ്. ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ എത്ര സ്വതക്കയും നമ്മൾ അറിയാതെ നിർബന്ധപൂർവ്വം ചെയ്യുന്ന സ്വതക്കയാണ് ഇതൊക്കെ. വാങ്ങിച്ചു ഡ്രസ്സ് കൊടുക്കണത്, ഓർണമെന്റ്, ജ്വല്ലറി, ആഭരണങ്ങൾ മാറ്റണത്, പുതിയത് വാങ്ങിക്കൊടുക്കണത്, എത്ര കാശ് ചിലവാക്കുന്നുണ്ട്. ഇതൊക്കെ നല്ലൊരു നിയ്യത്ത് വെച്ചാൽ ഭയങ്കര കൂലി. എത്ര കൂലി ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കി. അല്ലാഹു സ്വീകരിക്കട്ടെ. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ കടന്നു പോകുന്നു. നല്ല ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരൻ, നല്ല തടിയുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, നല്ല മസിലൊക്കെ ഉള്ള ചെറുപ്പക്കാരൻ, ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള, എന്നെ പോലെ നല്ല നല്ല ഉഷാർ. അപ്പോ സഹാബത്തൊക്കെ പറഞ്ഞു, നബിയെ യാ റസൂലല്ലാഹ് ലൗ കാന ഹാദാ ഫീ സബീലില്ലാഹ്, ഈ മസിലൊക്കെ കൊണ്ടിങ്ങനെ നടന്നിട്ട് എന്ത് കാര്യം നബിയെ? ഇതൊക്കെ യുദ്ധത്തിന് വരാതെ, യുദ്ധത്തിലേക്ക് ഇറങ്ങാതെ, ജിഹാദിന് വരാതെ ഈ മസിലൊക്കെ പിടിച്ച് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ നബിയെ? പോകുന്നത് കണ്ടില്ലേ, ആരോഗ്യമുണ്ടായിട്ട് ഒരു യുദ്ധത്തിന് പോലും വരാത്ത. ജിഹാദിന് പോവാണെങ്കിൽ തിരക്കേടില്ല, ഇവൻ വെറുതെ ജിമ്മിന് പോയിട്ട് മസിലുണ്ടാക്കാൻ. എന്താ നബി ഇതുകൊണ്ടൊക്കെ കാര്യമെന്ന് ഒരു മനുഷ്യന്റെ ആരോഗ്യം കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് സ്വഹാബത്ത് നബിയോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇൻ കാന ഖറജ യസ്ആ അലാ ഔലാദിഹി സിഗാറാ ഫഹുവ ഫീ സബീലില്ലാഹ്. സ്വന്തം ചെറിയ മക്കൾക്ക് അന്നം കൊടുക്കാൻ വേണ്ടി ജോലി അന്വേഷിച്ചുകൊണ്ടാണ് അവൻ പോകുന്നതെങ്കിൽ അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെ തന്നെയാണെന്ന് ഹബീബായ നബി തങ്ങൾ തിരുത്തി കൊടുക്കുന്നു. ഇൻ കാന ഖറജ യസ്ആ അലാ ഔലാദിഹി സിഗാറാ, കൊച്ചു മക്കളെ നോക്കാൻ വേണ്ടി, അവർക്ക് ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ, അവർക്ക് സ്കൂളിൽ പോകുമ്പോ അവർക്ക് സ്കൂൾ ബാഗ് വാങ്ങിച്ചു കൊടുക്കാൻ, അവർക്ക് സ്കൂളിന്റെ ഫീസ് കൊടുക്കാൻ, മദ്രസയുടെ പാഠപുസ്തകം വാങ്ങിച്ചു കൊടുക്കാൻ പൈസ വേണ്ടേ? അതുണ്ടാക്കാൻ ജോലി അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ആ പോയ ആള് പോയത് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള യാത്രയാണത്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇതിനങ്ങ് തിരുത്തി കൊടുക്കുകയാണ്. ഒരു യുദ്ധത്തിന് ആയുധത്തിൽ ഇറങ്ങിയാൽ മാത്രമേ ഉള്ള കൂലിയുള്ളൂ എന്നാ വിചാരിച്ചത്? സ്വന്തം അധ്വാനിക്കാൻ പോണ, ജോലിക്ക് പോകുന്ന പോക്ക് ജിഹാദിന് പോകുന്ന കൂലിയാണ്.
وإن كان خرج يسعى على أبوين شيخين كبيرين فهو في سبيل الله. പ്രായമായ ഉമ്മയോ വാപ്പയോ അങ്ങേയറ്റം പ്രായാധിക്യം ചെന്ന് രോഗത്തോട് രോഗം, മരുന്നോട് മരുന്ന്, ചികിത്സയോട് ചികിത്സ, അങ്ങനെ പ്രയാസപ്പെടുന്ന ഉമ്മയെയും വാപ്പയെയും പോറ്റി വളർത്താനോ മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനോ ഒരു ജോലി അന്വേഷിച്ചുകൊണ്ട് പൈസ കിട്ടുന്ന വല്ല മാർഗവുമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് അയാൾ പോവുകയാണെങ്കിൽ ആ പോക്കും ജിഹാദിന്റെ കൂലിയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഈ ഹദീസെ പ്രവാസികൾക്കൊക്കെ വല്ലാത്ത റാഹത്ത് തരുന്നൊരു ഹദീസാണ്. കാരണം ഇവിടുന്ന് ഗൾഫിലേക്ക് കയറി പോവുക, കൊച്ചുമക്കൾ ഇട്ടേച്ച് പോവുക, ഒന്നുമില്ല, ഒരു ഇരിക്കക്കൂര ഉണ്ടാക്കണ്ടേ. എങ്ങനെയപ്പൊ ഫറൂഖിലൊക്കെ പെരുമുഖത്തൊക്കെ ഒരു സെന്റ് ഇപ്പൊ എങ്ങനെ കിട്ടുക? സെന്റിന് വില 4 ലക്ഷം, 5 ലക്ഷം, 10. എങ്ങനെയാ റബ്ബേ ഞാനൊക്കെ ഒരു വീട് ഒക്കെ ഇവിടെ നിന്നിട്ട് കഴിയില്ലല്ലോ. പോവുകയാണ്. പോണത് ഒന്നുകിൽ മക്കളെ കെട്ടിക്കാൻ, ഉമ്മ വാപ്പയുടെ ചെലവ് ഇവിടുത്തത് കൊണ്ടൊന്നും ഒത്തുപോണില്ല. ഏതെങ്കിലുമൊക്കെ ഒരു ജോലി കിട്ടിയാൽ അതായില്ലേ. അങ്ങനെയൊക്കെ കുടുംബം നോക്കാൻ വേണ്ടി, സ്വന്തം മക്കളെ നോക്കാൻ, ഭാര്യയ്ക്ക് സംരക്ഷണം കൊടുക്കാൻ, മാതാപിതാക്കൾക്ക് സംരക്ഷണം കൊടുക്കാനാണ് ഒരു മനുഷ്യൻ യാത്ര പോകുന്നതെങ്കിൽ ആ യാത്ര പോകുന്നത് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെയ്യുന്ന ത്യാഗമാണ്. അതിന് കൂലിയുണ്ട്. അതല്ല ഗൾഫിക്ക് പോയിട്ട് വലിയ പുര വെച്ചിട്ട് അടുത്ത പെരക്കാരനെ ഞെട്ടിക്കണം. ഇതിനാ പോണതെങ്കിലും അവന്റെ ടിക്കറ്റ് നഷ്ടമാണ്, ഓന്റെ ആ പോയി നിൽക്കുന്ന പ്രവാസമൊക്കെ നഷ്ടത്തിലാണ്. അത് പാടില്ലാത്ത നീയത്താണ്. നമ്മൾ അങ്ങനെ നീയത്ത് ചെയ്യാൻ പാടില്ല. ആർക്കും ആരും ഞെട്ടിക്കാൻ പറ്റില്ല. അതിലും വലിയത് വേറെ ആർക്കും അല്ലാഹു കൊടുക്കും. പിന്നെ എന്തിനാ? ഈ ലോകം അങ്ങനെ ആർക്കും ആരെയും എത്തിപ്പിടിക്കാൻ കഴിയില്ല. അതിനപ്പുറം ഫൗക കുല്ലി ദീ ഇൽമിൻ അലീം, എല്ലാത്തിന്റെയും മീതെ വേറെ ഒരാൾ അല്ലാഹു വെച്ചിട്ടുണ്ടാവുക. നല്ല നീയത്തിൽ പോവുക. അങ്ങനെയാണെങ്കിൽ യാത്ര പോകുന്നു. ഇവിടുന്ന് ബാംഗ്ലൂരിൽ പോയി ജോലി ചെയ്യാൻ, ട്രിവാൻഡ്രത്ത് പോയി, എറണാകുളത്ത് പോയി ജോലി ചെയ്യുക, ബോംബെയിൽ പോയി ജോലി ചെയ്യുക, ദുബൈയിലാ, കുവൈത്തിലാ, ഖത്തറിലാണ്, ഈ സൗദിയിലാണ് ഈ യാത്രയൊക്കെ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. അല്ലാഹു അങ്ങനെ സ്വീകരിക്കട്ടെ. നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കൾക്ക് അല്ലാഹു അത് സ്വീകരിക്കട്ടെ. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു എന്ന ലോകവിഖ്യാതനായ അല്ലാഹുവിന്റെ ആലിം പറഞ്ഞത്, ലാ യഖഉ മൗഖിഅൽ കസ്ബി അലൽ അയാലി ശൈഉൻ വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. സ്വന്തം മക്കൾക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ ചെയ്യുന്ന അധ്വാനത്തോളം ഒരു അമലും എത്തുകയില്ല. യുദ്ധത്തിന് പോകുന്നത് പോലും, ഇങ്ങനെ ജിഹാദ് പോലും സ്വന്തം മക്കൾക്ക് ചെലവിന് കൊടുക്കാൻ ഒരു മനുഷ്യൻ ചെയ്യുന്ന അധ്വാനത്തോളം എത്തില്ല. അത്രയും കൂലി അല്ലാഹു ജിഹാദിന് കൊടുക്കുന്നതിനേക്കാളും കൂലി സ്വന്തം മക്കളെ പോറ്റുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്നുവെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു